السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى عباد الله الصالحين. അർഹമുർ-റഹീമീന റബ്ബ് നമ്മുടെ സംരംഭം വിജയിപ്പിക്കുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള വൈദ്യുകൾ പറയാനും പ്രചരിപ്പിക്കാനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി അമുഖമായി പ്രാർത്ഥിക്കുന്നു. എന്റെ സഹോദരന്മാരെ, ഇന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ 1,00,000 ദോഷങ്ങൾ വിട്ടുപുറപ്പിക്കാൻ ഉതകുന്ന ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്ന് മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ 24,000 ദോഷങ്ങൾ, മാതാപിതാക്കളുടെ 24,000 ദോഷങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ 1,00,000 ദോഷങ്ങളെ വിട്ടുപുറപ്പിക്കുന്ന ഒരു ദിക്റ് സംബന്ധിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. അതിലേക്ക് പ്രത്യേക സമയമുണ്ട്, എല്ലാ സമയത്തല്ല. അത് ഹദീസ് പറയും, നിങ്ങൾക്കറിയാം. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ആഴ്ചകളുടെ നേതാവാണ് യൗമുൽ ജുമുഅ, അറിയാം. അതായത് ഫ്രൈഡേ എന്ന പേരറിയപ്പെടുന്ന വെള്ളിയാഴ്ച ദിവസം വളരെ മഹത്വപൂർണമായതാണ്. അതിന്റെ സൂറത്തും കാര്യമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പരിശുദ്ധമായിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് സമയം നമ്മൾ യൂസ് ചെയ്താൽ, ഉപയോഗിച്ചാൽ, ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമ്മുടെ 1,00,000 ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറക്കും. അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ, ഭാവങ്ങൾ, നമ്മുടെ വാത്സല്യനിധികളായിരിക്കുന്ന, നമ്മളെ നാമാക്കിയതായിരിക്കുന്ന മാതാപിതാക്കളുടെ 24,000 ദോഷങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു തരുന്നതാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ദിക്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത്. അത് ചെയ്യേണ്ടത്, പറയേണ്ടത്, ചൊല്ലേണ്ടത് ജുമുഅ ദിവസത്തിലാണ്, ജുമുഅ കഴിഞ്ഞിട്ടുള്ള സമയത്തിലാണ്. നാം ഈ ഒരു 5 മിനിറ്റ് മുടക്കിക്കളഞ്ഞ തീർച്ചയായും നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു തരുന്ന ആ സമയത്തിന്റെയും ആ ദിക്റിന്റെ പ്രത്യേകതയാണ് എന്റെ മുഅ്മിനീങ്ങൾ. എന്ന് മാത്രമല്ല, നമ്മുടെ പേരന്റ്, നമ്മുടെ മാതാപിതാക്കളുടെ ദോഷങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു തരുന്നതാണ്. ഒരു ഹദീസിലുണ്ട്. ഹദീസിൽ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് അബൂബക്കർ സിന്നിജി അവരുടെ കിതാബാണ് അമലുൽ യൗമി വൽ ലൈല, രാത്രിയിലെ പകലിലെ അമലുകൾ, പ്രവർത്തനങ്ങൾ, ദിക്റുകൾ എന്ന് സംബന്ധിച്ച് പറയുന്ന ആ കിതാബിൽ ഈ വിഷയം കൊണ്ടുവരുന്നുണ്ട്. എന്തെന്ന് ഹദീസ് വായിക്കാം. മൻ ഖാല ബഅദ മാ തുഖ്ലൽ ജുമുഅ സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി, അങ്ങനെ സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി ഗഫറല്ലാഹു ലഹു 100,000 ദംബിൻ വലിവാലിദൈഹി 24,000 ദംബ്. എന്തെന്ന് അതിന്റെ അർത്ഥം ആശയം ഇങ്ങനെയാണ്. മൻ ഖാല, ആരെങ്കിലും ഒരാൾ പറഞ്ഞു, ബഅദ മാ തുഖ്ലൽ ജുമുഅ, ജുമുഅ കഴിഞ്ഞതിന് ശേഷം, ജുമുഅ നിസ്കാരം ദുആ ഒക്കെ കഴിഞ്ഞ ശേഷം ആരെങ്കിലും ഒരാൾ പറയുകയാണ് സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി, ഇത്ര തന്നെ, സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, റബ്ബിയ ഇല്ല, അത് റുക്കൂല് പറയുന്നില്ല, തസ്ബീഹ് ഉണ്ടല്ല, ആ ദിക്ർ തന്നെ, അതിൽ റബ്ബി മാത്രമില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി ബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അളീം ബിഹംദിഹി എന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹിൽ അളീം ബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഗഫറല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറക്കുന്നതാണ് അവനിക്ക് 100,000, എത്രയാണ് 100,000, അല്ലെങ്കിൽ 1,00,000 ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറക്കുന്നതാണ്. 100,000 ദംബിൻ വലിവാലിദൈഹി, അതുപോലെ തന്നെ ഉമ്മ ബാപ്പാമാർക്ക് അവരുടെ 24,000 ദോഷങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു തരുന്നതാണ്. എന്തൊരു മനോഹരമായിരിക്കുന്ന മന്ത്രമാണ്, ഹദീസിൽ വന്നതുമാണ്. എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹാഫിദ് അബൂബക്കർ സിന്നി അവരുടെ കിതാബ് അമലുൽ യൗമി വൽ ലൈല എന്ന് രേഖപ്പെടുത്തിയതുമാണ്. ഇങ്ങനെ ഒരു ഹദീസ് വളരെ അർത്ഥപൂർണമാണ്. എന്ന് മാത്രമല്ല, ജീവിതത്തിന്റെ ചെറിയ എല്ലാ പാവങ്ങളും വിട്ടുപുറത്തു തരുന്നത് ഒരു 5 മിനിറ്റ് കാണുമെന്ന് മാത്രമാണ് എന്റെ ഉപരികളെ. ദോഷങ്ങൾ പൊറുക്കുന്ന ധാരാളം ഹദീസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നിന്റെ ദോഷത്തിന് പുറമെ നിന്നെ നീയാക്കിയതായിരിക്കുന്ന മാതാപിതാക്കളുടെ ദോഷങ്ങൾ വിട്ടുപൊറുക്കുന്ന വളരെ ബെറ്റർ, സുന്ദരമായിരിക്കുന്ന, ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ ആയിരിക്കുന്ന ഹദീസാണ്, ദിക്റാണ് എന്റെ ഉപരികളെ. അതുകൊണ്ട് സ്വന്തം ദോഷങ്ങൾ മാത്രമല്ല വിട്ടുപൊറുക്കൽ, ഇവിടെ മാതാപിതാക്കൾക്കും കൂടി വിട്ടുപൊറുപ്പിക്കുന്ന ഒരു ദിക്റാണ്. അതുകൊണ്ട് എന്റെ മുഴുകളെ, എല്ലാവർക്കും ഇത് സൗകര്യമാണ്. പ്രവാസികളായിരിക്കുന്ന ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കും വെള്ളിയാഴ്ച ഫ്രൈഡേ ഹോളിഡേ ആണ്. അന്നത്തെ ദിവസം മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ഹെൽക്കയും അതുപോലെ തന്നെ എന്തും പണിയില്ലെങ്കിൽ റൂമിൽ പോയിട്ട് പ്രസവിക്കുന്ന സമയമാണ്. ആയതുകൊണ്ട് നാട്ടിലെവരായും പ്രവാസികളിൽ ആരായാലും ജുമുഅ കഴിഞ്ഞ ശേഷം ആ യുദ്ധത്തിലിരുന്നിട്ട് 100 വട്ടം ഈ ദിക്ർ പറയുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി എന്ന ദിക്ർ പറയുക. ഒരു എത്ര വലിയ സന്തോഷമാണ് 5 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. അപ്പോ 1,00,000 ദോഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു തരുന്നു പറയുമ്പോൾ, ഒരു വർഷത്തിൽ എത്ര വെള്ളിയാഴ്ചയുണ്ട്?
52 വെള്ളിയാഴ്ചയുണ്ട്. അങ്ങനെ കണക്കൂട്ടി നോക്കിയാൽ ഒരു കൊല്ലത്തിൽ 52 ലക്ഷം ദോഷങ്ങൾ നമ്മളെ വിട്ടുപുറപ്പിക്കും. എന്ന് മാത്രമല്ല, അതോടുകൂടെ നമ്മുടെ മാതാപിതാക്കൾ എത്ര ദോഷം വിട്ടുപുറക്കുമെന്ന് പറഞ്ഞത് 24,000 ദോഷങ്ങളാണ്. ഏകദേശം 15 ലക്ഷം ദോഷങ്ങൾ ഒരു കൊല്ലത്തിൽ. നീ ഇടമുറിയാതെ എല്ലാ വെള്ളിയാഴ്ചയും ഈ ദിക്റ് നീ ചൊല്ലിയാൽ 5 മിനിറ്റ് സമയം കണ്ടെത്തിയിട്ട് നീ പറഞ്ഞാൽ നിന്റെ 1 ലക്ഷം ദോഷങ്ങളും അതുപോലെ തന്നെ മാതാപിതാക്കൾ 24,000 ദോഷങ്ങൾ. അപ്പൊ മാതാപിതാക്കൾ ഒരു കൊല്ലം നിങ്ങൾ മുടങ്ങാതെ ചൊല്ലിപ്പോയാൽ മാതാപിതാക്കളുടെ 15 ലക്ഷം ദോഷങ്ങളും നിന്റെ എത്ര ദോഷങ്ങൾ 52 ലക്ഷം ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു തരുന്നതാണ്. എത്ര മനോഹരമാണ് ചിന്തിക്കാൻ എന്റെ സഹോദരന്മാരെ. അതുകൊണ്ട് നിനക്ക് കഴിയും. നിനക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നിന്റെ മാതാപിതാക്കൾക്കും ഇവിടെ നമ്മൾ നന്മ ചെയ്യലുണ്ടല്ലോ. മിനിങ്ങളെ, മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അവരെ അധ്വാനിച്ച് പണിപ്പെട്ട് എന്ന് മാത്രമല്ല നമ്മെ പോറ്റി വളർത്തി എന്നല്ല, നമ്മുടെ പരിപാലനത്തിൽ തന്നെ പലതും അവർക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, പലതും നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല ആഖിറത്തിലേക്ക് വേണ്ടതുപോലെ അവർക്ക് യത്നിക്കാൻ പോലും കഴിയാതെ നമ്മെ പറഞ്ഞിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ് മാതാപിതാക്കൾ. അതുകൊണ്ട് അവർക്കും കൂടി ഉപകാരമാണിത്. എന്ന് മാത്രമല്ല അവർ പാവങ്ങളാണ്, പല തെറ്റുകൾ അകപ്പെട്ടിരിക്കാം. അതുകൊണ്ട് എന്റെ മുഅ്മിനാത്തുകളെ, നമ്മൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നൽകപ്പെടുന്ന വല്ലാത്തൊരു കൂലിയുടെ സമാഹാരമാണ് പരിശുദ്ധമായിരിക്കുന്ന ഈ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി എന്ന ദിക്ർ. ബഹുമാനപ്പെട്ട അഹ്മദ് അത്താഉല്ലാഹി സിക്കന്ദരി ആരാണ്? അത് ഹിക്കം എന്ന വലിയ കിതാബ്, അറിയപ്പെട്ട തൗസൂഫിന്റെ കിതാബാണ്. ആ കിതാബ് ഹിക്കം എന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിന്റെ ഉപജ്ഞാതാവാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി എന്നവര്. ഇവിടെ കിതാബിന്റെ മിഫ്താഹുൽ ഫലാഹ് മിസ്ബാഹുൽ അർവാഹ് എന്ന കിതാബില് ഈ വിഷയം എടുത്തുതിരിക്കുന്നു. അവിടെ തന്നെ ഈ ഹദീസ് പറഞ്ഞ് ഈ ദിക്ർ നിങ്ങൾ പറയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്റെ സഹോദരന്മാർക്ക്, നിനക്കും നിന്റെ മാതാപിതാക്കൾക്കും ഉപകാരം കിട്ടുന്ന ഒരു ദിക്റാണ്. അത് വെള്ളിയാഴ്ച ദിവസമാണ് ജുമാ കഴിഞ്ഞ ശേഷം ചൊല്ലേണ്ടത്. എന്റെ മുഅ്മിനീങ്ങളെ, മറ്റു നേട്ടങ്ങൾക്ക് പുറമെ തന്നെ സ്പെഷ്യലായിരിക്കുന്ന ഒരു നേട്ടമാണ്. അതായത് മാതാപിതാക്കൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ദിക്ർ അവർക്കും കിട്ടുന്ന കൂലികളാണ്. അപ്പോ ഇതല്ലാതെ വേറെ കുറെ ദിക്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് മുഅ്മിനീങ്ങളെ. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അതുപോലത്തെ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മൻ ഖാല സുബ്ഹാനല്ലാഹി ബിഹംദിഹി മിഅത മറ ഗുഫിറത് ലഹു ദുനൂബുഹു വഇൻ കാന മിസ്ല സബദിൽ ബഹർ. ആരെങ്കിലും സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്ന് 100 വട്ടം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദോഷം സമുദ്ര തുരകൾക്ക് തുല്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു തരുന്നതാണ് എന്ന്. അത് ഏത് സമയത്ത് പറഞ്ഞാൽ ളുഹർ സമയം, അസർ സമയം, വ്യാഴമോ വെള്ളിയോ ഏത് ദിവസത്തിലായാലും ശരി, അത് അവന്റെ ദോഷമാണ്. ഇത് വെള്ളിയാഴ്ച ആ ജുമാ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് യൂസ് ആക്കിയിട്ട് അതിൽ ചെല്ലുന്നത് നിനക്കും നിന്റെ മാതാപിതാക്കൾക്കും ഉണ്ട് എന്നാണ് അതിൽ പറഞ്ഞ താല്പര്യം. എന്ന് മാത്രമല്ല, ഈ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി അദീം പറയുന്നില്ലേ, ഈ ഹദീസിൽ തന്നെ ബഹുമാനപ്പെട്ട ഹാക്കിം ഇമാം സ്വഹീഹായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1,24,000 ഹസനത്ത് നന്മ നിന്റെ ഏടിൽ രേഖപ്പെടുത്തുന്നതുമാണ് എന്ന് ഈ സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹി അദീമിലേക്ക് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. ഏതാനും എന്റെ മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച നല്ലൊരു ദിവസമാണ്. ആ ദിവസത്തിൽ പള്ളിയിൽ നിന്ന് എല്ലാവരും ഈ സന്ദർഭത്തിൽ ഒരു 5 മിനിറ്റ് നേരെ എഴുന്നിട്ട് ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടി എല്ലാവരും പ്രൊപ്പയർ ആകുക. അപ്പൊ ഒരു സംശയമാണ്, നമ്മുടെ സഹോദരിമാർക്ക് ഇത് ചെല്ലാൻ പറ്റുമോ? ഇത് വെള്ളിയാഴ്ച ജുമയിൽ പങ്കെടുത്തവർക്ക് മാത്രമാണോ? ഇത് ജുമയിൽ പങ്കെടുത്തിട്ടില്ലേ? ആ വിഷയം ഈ ഹദീസിൽ പരാമർശമില്ല. വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ടെന്നാണ്, അങ്ങനെയാണ് ഹദീസിൽ കാണാം. ഒമൻകാല ബഅദമാ തുഖ്ലൽ ജുമ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ബാഹ്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. എന്തെന്ന്? പെണ്ണുങ്ങൾക്കും പറയാം, ചെറിയവർക്ക് പറയാം, വലിയവർക്ക് പറയാം, എല്ലാവർക്കും പറയാം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ സഹോദരന്മാരെ, വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ ആ സമയം നോക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരെ ഇരുന്നിട്ട് എല്ലാവരും ഈ ദിക്ർ അങ്ങ് പറയണം. സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി എന്ന് 100 വട്ടം പറഞ്ഞാൽ അത് സ്ത്രീകളെന്ന വ്യത്യാസമില്ല, കുട്ടികളെന്ന വ്യത്യാസമില്ല, വലിയവരെന്ന വ്യത്യാസമില്ല. മിനിമം നിന്റെ 1 ലക്ഷം ദോഷവും അതുപോലെ നിന്റെ മാതാപിതാക്കളുടെ 24,000 ദോഷങ്ങൾ അർഹമുർ-റഹീമീന റബ്ബ് ഇത്തരം ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാൻ കൊണ്ടുവരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ദീർഘായുസ്സ് ആഫിയത്ത് നൽകണം തമ്പുരാനെ. പാവവിമുക്തമായിരിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. എല്ലാവരോടും ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.